അങ്ങനെ അക്രോപോളിസിനോട് ഞങ്ങൾ വിട പറഞ്ഞു. അക്രോപോളിസ് ഒരു നല്ല അനുഭവമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗ്രീക്ക് യാത്രയുടെ 1-ാം ദിവസത്തെ 2-ാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തിരിച്ചിറങ്ങുന്ന വഴിയാണ് ഈ കുന്നിൻ മുകളിലോട്ട് ആളുകൾ കയറിപ്പോകുന്നത് കണ്ടത്. ഞങ്ങളും കയറി. ഇവിടെ നിന്നാൽ ഏഥൻസിൻ്റെ അതിമനോഹരമായ പാനറാമിക് വ്യൂ കാണാം. ഗ്രീസിൽ പലയിടത്തും ഇതുപോലെ വ്യൂ പോയിന്റുകളുണ്ട്. കുറച്ചധികം ആളുകൾ ഇവിടെ ഈ കാഴ്ച കാണാനും സൂര്യാസ്തമയം ആസ്വദിക്കാനും ഇരിപ്പുണ്ട്. അത് അക്രോപോളിസാണ്. സൂര്യാസ്തമയത്തിൻ്റെ ആ മനോഹരമായ വർണ്ണങ്ങൾ ഏഥൻസിനെ കൂടുതൽ സുന്ദരിയാക്കി മാറ്റി. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ഇങ്ങനെയൊരു ശാന്തത ശരിക്കും മനസ്സ് നിറയ്ക്കുന്ന ഒന്നായിരുന്നത്. ആ കാഴ്ച കണ്ടു നിൽക്കെ ഞങ്ങൾ പോലും അറിയാതെ സമയം കടന്നുപോയി. ഇനി ഏഥൻസിൻ്റെ രാത്രി കാഴ്ചകളിലോട്ടാണ് പോകുന്നത്. ഏഥൻസിൻ്റെ നഗരവീഥികളിലോട്ട്. ഇത് ഏഥൻസിലെ വളരെ തിരക്കേറിയൊരു സ്ട്രീറ്റാണ്. അക്രോപോളിസിലെ ആ ശാന്തതയിൽ നിന്ന് നേരെ വന്നിറങ്ങിയത് ഇങ്ങോട്ടേക്കാണ്. ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ ക്രിസ്മസിനെ വരവേൽക്കാൻ നഗരം ഒരുങ്ങി നിൽക്കുകയാണ്. നോക്കൂ, ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ താഴേക്കിറങ്ങി വന്നതുപോലെ തെരുവു നീളെ വർണ്ണവിളക്കുകൾ. ഈ വെളിച്ചത്തിൽ ഏഥൻസ് ശരിക്കും ഒരു മാലാഖയെപ്പോലെ സുന്ദരിയായിട്ടുണ്ട്. ഷോപ്പിംഗ് പ്രേമികളുടെ സ്വർഗമാണിവിടം. ലോകപ്രശസ്തമായ എല്ലാ വലിയ ബ്രാൻഡുകളും ഈ തെരുവിൽ അണിനിരന്നിട്ടുണ്ട്. ഷോപ്പുകളുടെ ജനാല കാഴ്ചകൾ പോലും ഒരു കലാവൃത്തി പോലെയാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് തിരക്കായതുകൊണ്ട് തന്നെ കടകളിലെല്ലാം വലിയ തിരക്കാണ്. പക്ഷെ ആ തിരക്കിനിടയിലും ഒരു പ്രത്യേക ഊർജ്ജമുണ്ട്. എല്ലാവരുടെയും മുഖത്ത് ആ ഉത്സവലഹരി കാണാം. വലിയ ഷോപ്പുകൾ മാത്രമല്ല, ഈ തെരുവിൻ്റെ യഥാർത്ഥ ഭംഗി വഴിവാണിഭക്കാരാണ്. കച്ചവടക്കാരുടെ ചെറിയ വണ്ടികൾ നമുക്കിവിടെ കാണാം. ആ വലിയ കെട്ടിടങ്ങൾക്കിടയിൽ ഇത്തരം ചെറിയ കാഴ്ചകളാണ് ഈ യാത്രയെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നത്. രാത്രി കൂടുന്തോറും തെരുവുകൾ കൂടുതൽ സജീവമാവുകയാണ്. എവിടെയോ ദൂരെ നിന്ന് കേൾക്കുന്ന സംഗീതം, ആളുകളുടെ ബഹളം, വർണ്ണവിളക്കുകളുടെ ശോഭ, ഇതെല്ലാം ചേർന്ന് ഒരു മാന്ത്രിക ലോകത്തെത്തിയ അനുഭവം. തണുപ്പുള്ള ഈ ഡിസംബർ രാത്രിയിൽ ഇങ്ങനെ വെറുതെ നടക്കുന്നത് പോലും ഒരു സുഖമാണ്. ഏഥൻസിലെ രാത്രികൾ എത്രമാത്രം വൈബാണെന്ന് ഈ കാഴ്ചകൾ തന്നെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഏകദേശം 9 ലക്ഷം സഞ്ചാരികളാണ് ക്രിസ്മസ് സീസണിൽ ഗ്രീസിലേക്ക് എത്തുന്നത്. അവർക്ക് വേണ്ടതെല്ലാം ഗ്രീസ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തെരുവുകളിൽ പലയിടങ്ങളിലായി പലതരം കലാകാരന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ഇവരുടെ സാന്നിധ്യം ആളുകൾക്ക് കൂടുതൽ സന്തോഷം പകരുന്നു. എത്ര നടന്നാലും തീരാത്ത സ്ട്രീറ്റ്. എന്നാലും ഈ വർണ്ണവിളക്കുകൾക്കിടയിലൂടെയുള്ള നടത്തം കൂടുതൽ ആകാംക്ഷയുള്ളതാകുന്നു. നടത്തത്തിനിടയിലാണ് ഈ സുന്ദരിയെ കണ്ടത്. പെർഫ്യൂം ഉണ്ടാക്കുന്ന ഷോപ്പാണ്. ഇദ്ദേഹവും ഒരു പെർഫ്യൂം ഓർഡർ ചെയ്തു. ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഇത്രയും ലൈറ്റുകൾക്ക് താഴെ അലസമായി നടക്കുന്നത് വലിയൊരു റിലീഫാണ്. ഈ ആളുകളിൽ കൂടുതലും ടൂറിസ്റ്റുകളാണ്. എല്ലാ ഷോപ്പുകളും നല്ല രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നു. അത് ആളുകളെ കൂടുതൽ കടകളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇതാണ് സിന്താഗ്മ സ്ക്വയർ. ആഥൻസിലെ ഏറ്റവും തിരക്കേറിയ പോയിന്റുകളിൽ ഒന്നാണിത്. ഗ്രീക്ക് പാർലമെന്റിന് മുന്നിലുള്ള ഈ വലിയ ചതുരം ചരിത്രപരമായും സാംസ്കാരികമായും ഏറെ പ്രാധാന്യമുള്ളൊരിടമാണ്. ക്രിസ്മസ് അലങ്കാരങ്ങളിൽ സിന്താഗ്മ സ്ക്വയർ ഒരു സ്വർണ്ണ കൊട്ടാരം പോലെ തിളങ്ങി നിൽക്കുന്നു. സ്ക്വയറിനുള്ളിലേക്ക് കടന്നാൽ പിന്നെ നമ്മൾ മറ്റൊരു ലോകത്താണ്. കണ്ണഞ്ചിപ്പിക്കുന്ന ആ വലിയ ക്രിസ്മസ് ട്രീയാണ് ഇവിടുത്തെ പ്രധാന താരം. ഡിസംബറിൻ്റെ തണുപ്പിൽ ആയിരക്കണക്കിന് ചെറിയ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച ആ മരം കാണുമ്പോൾ മനസ്സ് നിറയും. എല്ലാവരും അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നിറയെ കലാകാരന്മാരെ കാണാം. ചിലർ പല വേഷങ്ങൾ കെട്ടി നിൽക്കുന്നു, ചിലർ പാട്ടുപാടുന്നു, ചിലർ മനോഹരമായ നൃത്തം ചെയ്യുന്നു. ഈ തണുപ്പിലും സിന്താഗ്മ ഇത്ര ചൂടുപിടിച്ചു നിൽക്കുന്നത് ഇവിടുത്തെ ആൾക്കൂട്ടത്തിൻ്റെ ഊർജം കൊണ്ടാണ്. കുട്ടികളും മുതിർന്നവരും ടൂറിസ്റ്റുകളുമൊക്കെയായി ഇവിടം ശരിക്കും ഒരു വലിയ ആഘോഷവേദിയാണ്. ഏഥൻസ് സന്ദർശിക്കുന്ന ഒരാൾക്കും ഈ വൈബ് അനുഭവിച്ചറിയാതെ മടങ്ങാൻ കഴിയില്ല. ഇവിടുത്തെ ഈ പാട്ടും ബഹളവും വെളിച്ചവും അത് നേരിട്ട് തന്നെ കാണുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗ്രീസ് യാത്രയുടെ ആവേശകരമായ 1-ാം ദിവസം ഇവിടെ പൂർണ്ണമാവുകയാണ്.
ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓരോ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മറക്കാതെ താഴെ കോമെന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ചെറിയ പിന്തുണയും ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വലിയ കരുത്താണ്. നന്ദി, നമസ്കാരം.